റോക്കോയുടെ ഓസ്ട്രേലിയൻ മണ്ണിലെ പ്രകടനം കൂടി പരിശോധിക്കാം. കോഹ്ലി ആകെ 18 മത്സരമാണ് ഓസ്ട്രേലിയയിൽ കളിച്ചത്. 802 റൺസ് നേടി. 3 സെഞ്ചുറിയും 4 അർദ്ധ സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടും. രോഹിത് ശർമ്മയിലേക്ക് വരുമ്പോൾ 19 മത്സരങ്ങളിൽ നിന്ന് 990 റൺസാണ് രോഹിത്തിന്റെ സമ്പാദ്യം. 4 സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറിയും രോഹിത് സ്വന്തമാക്കിയിട്ടുണ്ട്. 2020യിൽ നിന്നും പിന്നീട് ടെസ്റ്റിൽ നിന്നും വിരമിച്ച കോഹ്ലിയുടെയും രോഹിത്തിന്റെയും കരിയറിലെ അവസാന ഓസ്ട്രേലിയൻ പര്യടനമായിരിക്കും ഇത്. മികച്ച പ്രകടനത്തോടെ ലോകകപ്പിലേക്കുള്ള സീറ്റ് ഉറപ്പിക്കാനാകും ഇരുവരുടെയും ശ്രമം. ക്യാപ്റ്റൻ ഗില്ലിനൊപ്പം രോഹിത് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. കോഹ്ലി പതിവ് പോലെ 1 ഡൗൺ പൊസിഷനിലും എത്തും. 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര ഇരുവർക്കും അതിനിർണായകമാകും. ഫോമിലെത്തിയില്ലെങ്കിൽ ലോകകപ്പ് മാത്രമല്ല, ഇന്ത്യൻ ജേഴ്സി തന്നെ ഒരുപക്ഷെ അന്യമായേക്കും. ഏകദിന മത്സരം മാത്രം കളിച്ച് രോഹിത്തിനും കോഹ്ലിക്കും ഫോമിൽ തുടരുക വെല്ലുവിളിയായിരിക്കുമെന്ന് ഓസ്ട്രേലിയയുടെ മുൻ ഓൾറൗണ്ടർ ഷെയ്ൻ വാട്സൺ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അപ്പോഴും നമ്മുടെ പ്രതീക്ഷയും ആത്മവിശ്വാസവും എല്ലാം ഒറ്റ മത്സരം കൊണ്ട് തന്നെ വിമർശകരുടെ വായടപ്പിക്കാറുള്ള ഹിറ്റ്മാന്റെയും കിങ് കോഹ്ലിയുടെയും ആ മികവാണ്.